സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനാ? എടാ സിറ്റുവേഷൻ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം നമ്മൾ സിറ്റിസൺ സിറ്റുവേഷൻ എടുത്തില്ലേ? അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയൂടാ, നമ്മുടെ ഇതിലായിരുന്നു സിറ്റുവേഷൻ കിടന്നിരുന്നത്. വൈകുന്നേരം ഹോസ്റ്റേജ് എടുത്തിട്ട് നമ്മൾ സിറ്റിസൺ സിറ്റുവേഷൻ ആയിരുന്നു. നമ്മളെ ഹോസ്റ്റേജ് എടുത്ത് കൊണ്ടുപോയി. എന്നിട്ട് നമ്മൾ അവൻ ALXലെ കുടുംബത്തിലുള്ള ആണെന്ന് പറഞ്ഞു. നമ്മൾ ലാസ്റ്റ് വാസന വന്നിട്ട് ടി വിയിലുള്ളതാണ്, എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്തൊന്ന് ചോദിച്ചാൽ മതി, ടി വി ആണ് കുടുംബം എന്ന് പറഞ്ഞ രീതി പറഞ്ഞു. എന്നിട്ട് നമ്മൾ രാത്രി കയറി. ഓക്കെ, രാത്രി കയറിയപ്പോൾ ഇവന്മാർ വന്നിട്ട് ഇവന്മാർ വന്നിട്ട് വാസുവിനെ വിളിച്ചിട്ട് കോൾ വിളിച്ചിട്ട് പറഞ്ഞു, ടി വി ഡ്രോപ്പ് നമ്പർ എന്നിട്ട് വിളിച്ചിട്ട് വാസുവിൻ്റെ അടുത്ത് പറഞ്ഞു ഇതേപോലെ വൈകുന്നേരം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. ഉണ്ടായി, ഇതേപോലെ കാര്യം പറഞ്ഞു. നിങ്ങളെ ആളൊക്കെ ഉണ്ടോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. പറഞ്ഞു ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ആളങ്ങ് വെച്ച്, മനസ്സിലായോ? ആളങ്ങ് കട്ട് ചെയ്തു. ഇതാണ് സംഭവിച്ചത്. അതിനുശേഷം നമ്മൾ ഹോസ്റ്റേജ് അടിച്ചു. ഒരു ALXൽ ഒരുത്ത മുതുക്കിൽ അപ്പോൾ അവനെ എൻ്റെ പേരെന്തിരി നെല്ലിക്ക മരോ നെല്ലിക്ക തേങ്ങ അങ്ങനെ അവനെ ഹോസ്റ്റേജ് അടിച്ച് നേരെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ അവൻ ഭയങ്കര മെസ്സ്, ഒരു ഫിയറും ഇല്ല, ഭയങ്കര മെസ്സ്, ഒരു രക്ഷയില്ലാത്ത മെസ്സ്. ആസോൺ അടിച്ചു കൊന്നു കിടക്കട അവിടെ അവനെ കത്തിച്ചിട്ട് റെസ്പോണ്ട് അടിച്ചു വിട്ടു. എന്നിട്ട് അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ സിറ്റുവേഷൻ വരാൻ ചാൻസ് ഉണ്ട്. എടാ എനിക്ക് എയർ എടുക്കണം. അപ്പോൾ എയർ എടുത്തിട്ട് ഇറങ്ങുമ്പോൾ വളഞ്ഞിങ്ങനെ പിടിക്കും. മറ്റേ ബ്ലാക്ക് എടാ അവന്മാരെ വണ്ടി വെളിയിൽ പിറ്റിങ് ഉണ്ടേ. 3 വണ്ടി നമ്മളെ ഗ്യാങ്സിന്റെ ഫ്രണ്ട് വരുന്നുണ്ട്. അങ്ങനെ കേറ്റിക്കൂടാ. വാ വാ പോയി വെടി വെച്ച് പോയണ്ണാ. ഹലോ, നിങ്ങള് ഈ ALX ആയിട്ട് എടാ ഒരു മിനിറ്റ് റേഡിയോ മിണ്ടായിരിക്കും ഒരു മിനിറ്റ്. അല്ല നിങ്ങൾ ALX ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഇല്ലല്ലേ. എടാ ഇവർക്കൊന്നും ഇഷ്യൂ ഇല്ല. അവന്മാർക്ക് ഇഷ്ടമില്ല കേട്ടാ. മറ്റവന്മാര് നേരെ ഡ്രസ് ഷോപ്പിൽ പോയി കേട്ടാ. ഇങ്ങോട്ടൊന്നാണ് എടാ പറയണേക്ക് നമ്മള് തെറ്റൊന്നും അല്ല. എല്ലാരും വണ്ടിയിലൊന്നും ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ്. അടിക്കണോ വേണ്ടല്ലോ, ഒന്ന് കേറിയിട്ട് താഴെ വണ്ടി പോയാ അമരിറങ്ങിയേ വണ്ടി ഇടിച്ചോളാ. നമ്മുടെ ആരോ ഡൗൺ ആടാ. അവന്മാർ റോഡിലാണ്, വണ്ടി അവന്മാർ കടന്നിറക്കാണ്. ഇറങ്ങി കുത്തിച്ച് അടിക്കണ കാടി. വണ്ടിക്കാര് അടി കൂടെ വരുന്നുണ്ട്. അവന്മാർ അടി കയറി പാലത്തിന്റെ അടി വരുന്നുണ്ട്. കുത്തട്ടെ ഡ്രസ് ഷോപ്പിന്റെ ഫ്രണ്ടില് നമ്മുടെ പയ്യനെടുക്കണം. നമ്മളെ പിള്ളേരെ എടുത്തണ്ടാ. അവന്മാര് വണ്ടി വന്നേ.
ഇവിടെ ചത്തടപ്പുണ്ട് അവനോട് വണ്ടി ഞാനാണ് പറഞ്ഞാൽ ഇടിവണ്ടി ഒരു കോളേജ് മണ്ടയിലുള്ള ഈ വണ്ടിനെ ഒറ്റക്കിട് അവനിട് എടാ എന്നൊരു കാര്യം ചെയ്യ് അടിക്കാം വെയിറ്റിംഗ് സമയമില്ല എടാ ഇവനെ കാലിന്റെ രണ്ടുപേരുള്ള ആളൊന്ന് ഇറങ്ങി ഒന്ന് എടുത്തോ എത്ര വണ്ടിയാടാ അവന്മാര് എടാ അവന്മാര് കൂടുതൽ വണ്ടി ഉണ്ടോ മൾട്ടിപ്പിൾ വണ്ടി ഉണ്ടോ ഗുലാനെ കയറി പെട്ടെന്ന് കയറി താഴെ കുത്തിച്ചേ തൊട്ട് താഴെ കുത്തിച്ചേ ഓക്കെ ഞാൻ ഒരു കാര്യം എനിക്ക് ഞാൻ സ്റ്റീവിനെ എടുക്കാൻ നോക്കാം നിങ്ങളൊന്ന് കൊണ്ടുപോകും ഇവന്മാരെ ഇവിടുന്ന് ഞാൻ എടുത്തോളാം 5 വണ്ടി കൂടുതലുണ്ടോ അവന്മാര് അവന്മാരാ പ്ലെയറിനെ എടുക്കാൻ വേണ്ടിട്ടാ ഒറ്റക്കുള്ളവനെ ഇങ്ങോട്ട് പോകണ്ട വണ്ടികൾ വരുന്നുണ്ട് കേട്ടാ 6 7 കണ്ടുണ്ട് എന്താ കൊറേ വണ്ടി ഉണ്ടോ അവന്മാരെ വണ്ടി ഒരു വണ്ടി അത് നടക്കത്തില്ല 10 വണ്ടി കൊണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ട് നമ്മളെ അത് നോക്കല്ലേ 10 വണ്ടി ഇത് തന്നില്ലായ്മ ഇത് പെട്ടെന്ന് എല്ലാരും അല്ല പക്ഷെ നമ്മളെ പിള്ളേരവിടെ കിടക്കല്ലേടാ അടിച്ചിട്ടുണ്ട് ഒരുത്തിനെ പൊക്കിയപ്പോ തന്നെ എഫ്ഐറ്റ് അടിച്ചടാ നമ്മളെ പിള്ളേരെ വിളിക്കണേ പൊക്കുവാണേ സ്റ്റീവിന്റെ വണ്ടിയായിട്ട് ഒന്ന് കത്തണടാ എടാ നമ്മളെ വണ്ടി ആറോ താഴ്ന്ന് എടുത്താ താഴ്ന്ന് ആറോ നമ്മളെ വണ്ടി എടുത്താ ഞാൻ പറയണത് കേട്ടെ അതിന് ഒരുത്തനെ ഇറങ്ങിയടി പണ്ണ് 4 പേരുണ്ട് ഇറങ്ങിയാടി അടി 4 പേരുണ്ട് അടിച്ചോ പണ്ണ് ഒരുത്തം കൂടെ ഉണ്ട് അടിച്ചോ വണ്ടി ഇടിച്ചേരാം മാറ് മണ്ട കുത്തിച്ചാ ആ വണ്ടി നിന്നുള്ളവന്മാരെ ഇറക്കിയിട്ടിട്ട് ആ ഒരുത്തനെ കയ്യിലുണ്ട് കേറ് ആ വണ്ടി എടുത്തോ വണ്ടി കൂടെ നേരെ വീട്ടിൽ എടാ നമ്മളെ ആരൊക്കെയാണ് ഡൗണ് ഒന്ന് നോക്കിയാണ് അവൻ ഇറങ്ങിപ്പോയല്ല നമുക്ക് നോക്കാൻ പോകാം കത്തിപ്പോയെന്ന് തോന്നുന്നു എടാ ഇവനെ എടാ ഞാൻ നോക്കണാ പറഞ്ഞു ഇതാണ്ട് ഇവനെ ഒന്ന് കൊണ്ടുപോയി പൊക്കി ഇതാണ്ട് ഇവിടെ ഒരുത്തനെ കിട്ടിയില്ല അവനെ കൊണ്ടുപോയി പൊക്കി വണ്ടി വണ്ടിക്കാരൊക്കെ ഓടിക്കണേന്നും പറഞ്ഞ നമ്മുടെ ഒരു വണ്ടി ഞാനും വണ്ടി രണ്ടുപേരും നമ്മുടെ ആൾക്കാരല്ലേ ഓടിക്കണ്ടേ ഓടിക്കുന്ന ആൾക്കാരാണ് എടാ ഓക്കെ മുതുക റിപ്പയർ ഇവന്മാര് പെട്ടെന്ന് എവിടെയാടാ പോയത് ഇവന്മാര് നമ്മുടെ സ്റ്റീവിനൊന്ന് നോക്കണം ഞാൻ മാറ്റണോ
ഉണ്ട് 5 ഉണ്ട്. ഏലക്സിന്റെ വണ്ടിയാടാ നമ്മള് ബാക്കി മനസ്സിലായി, അത് കുഴപ്പമില്ല. ആ ഓക്കെ 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 ഏലക്സിന്റെ വണ്ടി നമ്മൾ എടുക്കണേ കുഴപ്പമില്ല. ജീവ് അവിടെ കിടക്കുന്നു. സ്റ്റീവ് ഇവിടെ ഈ പാലത്തിന്റെ അടിയിലറാ കിടക്കുവാണോ? ഇവിടെ ഉണ്ടാ? വന്ന് ഞാൻ എടുത്തോ എടാ ഒരു വണ്ടി വന്നല്ലോ, ഇതാര്? ബ്ലാക്ക് മണി ഞാൻ തരാം. എന്റെ ഇലക്ഷന്റെ വണ്ടിയിൽ ആരാ ഇവിടെ എന്നെ കൂടെ പിക്ക് സ്റ്റീവിനെ പൊക്കിയ അപ്പൊ ബ്ലാക്ക് ഉണ്ടോ? സ്റ്റീവിനെ പോയി ഇല്ലീഗൽ അടിക്കണം. ഞാൻ എടുക്കാം. ബ്ലാക്ക് ഉണ്ടാ? ബ്ലാക്കിന് എന്നാ വിട് 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 വിട്. എവിടാ പല്ലിച്ച മറ്റേ ഫാം ഹൗസ് ഇവിടെ. ഓക്കെ ഓക്കെ എടാ വാടാ. എവിടെ എവിടെ എവിടെ? അളിയെ എനിക്ക് ഇതിലെ നോക്കണം. അവിടെ ബാക്ക് വഴി വാടാ. അവിടെ പോണ്ട ഫ്ലഫി. അമ്മരെ മൈൻഡ് ആക്കണം. നമുക്ക് എടാ EMS ഉണ്ട്, പിടിച്ച് അകത്ത് കയറ്റാൻ. ഞാൻ ബോഡി എടുത്തു. ഞാൻ പറയാം വെയിറ്റ് ഞാൻ ഇല്ല, പറ ഇല്ലീഗല് കൊണ്ടുപോടാ. അമ്മർക്ക് എല്ലാവർക്കും മറ്റേ പലറ്റ് ഇല്ലീഗലല്ലേ അറിയാന്നേ. അമ്മ ആ പറ്റി പോയി കാണണം. വീണ്ടും ഇപ്പൊ കത്തിയടാ. ആ കുഴപ്പമില്ല, പയ്യെ കൊടുക്കാം. ഇവനെ കൂടി കിട്ടാം അമ്മമാരുടെ. എടാ ഏത് വഴിയാടാ പോയാ നിങ്ങള്? ഏത് വഴിയാ പോയാ? അണ്ണാ സിറ്റി നേരെ മുതുക്കൊഴി. ആ ഓക്കെ ഓക്കെ. നമ്മള് സിറ്റിയിലുള്ള ഇതില് പോകുന്നു, ലീഗില് പോകുന്നു. നമ്മളാളാ. ഫോളോ വാ. കത്തിയടാ അവൻ. എവിടെയാ കത്തി എന്ന് പറഞ്ഞാ ഞാൻ കൂടെ തരാം. ഇവിടെ നീ ഓശനെ വാ. ഓശനായി ഉണ്ട് ഞാൻ ചൂടാ. റേഡിയോ പറഞ്ഞില്ലേ നീ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലേ നിന്നെ നാളെ ഗാങ്ങിന്ന് പുറത്തിറക്കും. ഷോപ്പിന്റെ അവിടെ ചൂൻ. രണ്ട് വണ്ടിയാ. അവന്മാര് ഓഫീസർ വലിച്ചിട്ട് പോക്കുന്നടാ. എന്നാലും നിന്റെ ഗാങ്ങിലുള്ളവന്മാർക്ക് നമ്മുടെ അടുത്ത് ഒരു മതിപ്പുള്ള എന്നെ അണ്ണാന്ന് വിളിച്ച് അവന്മാർക്ക് ഇങ്ങനെ മതിപ്പ് വരും. പോയി കുറച്ചങ്ങോട്ട് പോയി പമ്പിന്റെ അവിടെ ഒറ്റ വണ്ടി. ആ ഇവിടെ ഇല്ലില്ല യുവിലുണ്ട് ഇപ്പോഴും. നോക്കി പോണ ടയർ അടിച്ചുകൂട്ടി ഞാൻ നിൽക്കണ്ടാ അവിടെ. ഞാനൊരു വണ്ടി എന്താ പറയണ? അത് അവന്മാര് എടാ ഇറ്റാച്ചി പൊക്കണ സ്ഥലത്ത് പോണടുത്ത് ബ്ലാക്ക് ഒരു 1 ലക്ഷം കിട്ടാൻ ചാൻസ് ഉണ്ടോ? കയ്യിലുണ്ടോ? എന്റെ കയ്യിൽ ബ്ലാക്ക് ഉണ്ട്. നിങ്ങൾ എവിടെയാണ്? നമ്മൾ വന്നോണ്ടിരിക്ക. അതെ മനസ്സിലായിരുന്നെങ്കിൽ ഗ്രൂപ്പിൽ മറ്റേ പിക്ക് എടുത്തിട്ടുണ്ട്. 7199 വാ. ഒന്ന് വാ. ഓള് കേക്ക്. എന്താ ഹോസ്റ്റലാക്കല്ലേ? വീണ്ടും ഹോസ്റ്റലാക്കാം. കുറച്ച് വീണ്ടും ഹോസ്റ്റലാക്കാം. ഇവരെ ഒരു 3 വട്ടം കുറച്ചങ്ങ് അധികം ആക്കാം. കാര്യം പറയട്ടടാ, നിങ്ങളെ അടിക്കാൻ പോവാണ്. നമ്മളതിലൊരു ഹോസ്റ്റേജ് ഉണ്ട്. അല്ല ഹോസ്റ്റലിൽ പൊക്കണ്ടേ എണ്ണ? അല്ല അവനെ പൊക്കാനാണ്. അവനെ പൊക്കാനായിട്ടാ. 7199 വാ. ഓക്കെ 7199. അവന്മാരിപ്പോ മറ്റേ എസ് പമ്പിന്റെ അവിടെ ബെയിറ്റ് ആയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിരിക്കും. നമ്മളങ്ങോട്ട് അഞ്ച് വണ്ടി ഒന്നും അല്ല കേട്ടോ. ഫുള്ളുണ്ട് കേട്ടോ. അവര് മലയുടെ അവിടേക്ക് ഒരു വണ്ടി ഇറങ്ങി നിന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മള് വരുന്ന വീണ്ടും കുറെ വണ്ടി എടുത്തിട്ടുണ്ട്. ഏലക്സിന്റെ ഹെലിയൊക്കെ ഇവിടെ പറക്കുവാണേ. ഓക്സിജൻ ഇവിടെ ആരെ വിളിച്ചിട്ട് പറയണം. നീ ഇവിടെ നമ്മുടെ ഗാംഗോസ് ഹെലിയൊക്കെ കളയാൻ പറയണം. എടാ ഇവന്മാരെ ഗാംഗോസിന്റെ ഹെലിയൊക്കെ നമ്മളെ മറ്റേ ഇവിടെ കൂടി വരണം. നിങ്ങളെല്ലാരും എവിടെയാടാ? ലീഗിലിന്റെ അവന്മാര് വരുന്നുണ്ടെന്ന് തോന്നുന്നേ. 7199 അവന് ഇല്ലീഗിലിട്ട് നമുക്ക് ചോദിക്കാലോ. നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുത്തെ പോകാൻ പറഞ്ഞേ പറ്റൂ. ഞങ്ങള് 7199 ഉണ്ടല്ലോ. നിങ്ങളെവിടെ? മറ്റേ കൂടെയുള്ള അതിന്റെ ബാക്കില് ഫ്രഷ് ഷോപ്പിന്റെ ബാക്കിലത്തെ ചെറിയ വഴിയില് ബോഡി എന്ന് പറഞ്ഞാൽ ഞാൻ സാവേജ് ഐഡി പറ. എടാ അവൻ ഇല്ലീഗല് ചെയ്ത ഉടനെ തന്നെ ഇട്ടാ. സുനി ഒന്നുകൂടി ഇടാ. റെഡി ആയിക്കോ. വാസനോടെ എടാ നമ്മള് സുനി എവിടെയാടാ? വണ്ടി നോക്കിയത് എല്ലാ വണ്ടിയിലല്ലേ? ഡ്രൈവിംഗ് സീറ്റ് കയറി പറഞ്ഞേ. ഓടത്തൊന്നും ഇല്ല.
മാന്യനുള്ള പയ്യനാണ്. ഇല്ല കുറച്ചു മുമ്പ് നേരെ ഇവൻ മാന്യനാണ്. ഇവൻ മാന്യനാണ്. എടാ അവന്റെ അടുത്ത് വണ്ടി കയറാൻ പറടാ. വണ്ടി കയറാൻ പറ. എന്റെ വണ്ടി കയറ്റ്. ആള് പാവാ, ആള് കേറാന്ന് പറഞ്ഞു. ആള് പാവമാണ്. ആള് പ്രശ്നമൊന്നുമില്ല. ഹെൽമെറ്റ് ഇടാ. എടാ 2 ഹോസ്റ്റേജ് ഒരു ടൈമിൽ എടുക്കാൻ പറ്റത്തില്ലേ? അതൊന്നും നോക്കണേ. ഒരു ഹോസ്റ്റേജ് എടുത്തിട്ടുള്ളൂ. എടാ നമ്മളെ സുനി എവിടെ? ഇപ്പോഴൊരു ചോദ്യമാണ് സുനി ഇവിടെ ഉണ്ട്. ഗാങ് ഹൗസിലായിരുന്നു. ഡ്രോപ്പ് നമ്പർ മുമ്പേ നമ്പർ കൊടുത്താ വേണേ വിളിക്കട്ടെ. വണ്ടി കയറി. അപ്പൊ നമുക്ക് ഗാങ് ഹൗസ് നോക്കാം. നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അവന് വേണ്ട. വിളിക്കണ്ട. ഇവന്റെ മെമ്പർ ഇവിടെ തപ്പുമ്പോ അവന് ഇറങ്ങി വിളിച്ചോളൂ. എടാ മോനെടാ എന്തിനാണ് സീന്? നമുക്ക് ഇത് മനസ്സിലാവും. ടെർമിനേറ്റ് ചെയ്ത് ആ മൈരനെ പറഞ്ഞൊക്കെ തീർക്കും ഞാനത്. എടാ സത്യം പറഞ്ഞാലേ ഇത്രയും അടി പൊട്ടിയില്ല. എന്റെ കയ്യിലിരുന്ന ഗണ്ണ ഏതെന്ന് അറിയാവോ? AP പിസ്റ്റൽ. അണ്ണാ ഒരു മിനിറ്റ് കിണ്ടിയുടെ റേഡിയോ കാണാനില്ല. കിണ്ടി എന്റെ കൂടെ ഉണ്ടാവില്ല. അല്ല കിണ്ടി ഹോസ്റ്റേജ് കൈയിരിക്കുമ്പോ ഹോസ്റ്റേജ് പൊക്കാൻ അങ്ങനെ പറ്റത്തില്ല. അതെന്ത് അല്ല ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഹോസ്റ്റേജ് ഇരിക്കുമ്പോ എങ്ങനെയാണ് ഹോസ്റ്റേജ് എടുക്കാൻ പറ്റുന്നത്? ഇല്ല പറ്റത്തില്ല. ഇത് ഹോസ്റ്റേജ് നമ്മളല്ല അവസ്ഥ. അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുത്തിട്ടെ നമുക്ക് വാറായിട്ട് അടിച്ചു തീർട്ടെ ഇത്. ചോദിച്ചിട്ട് മതി. ഒറ്റയ്ക്ക് പോയി കേറി കൊടുത്തേ. നമ്മുടെ ഹോസ്റ്റേജ് ഉണ്ടെന്ന് നമ്മള് അതായത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അവന്മാർക്ക് എടുക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അടിക്കാനോ കൺഫേം ചെയ്യൊന്ന്. നമ്മള് വിളിച്ചു കഴിഞ്ഞാൽ അവരും പറ്റില്ല. ഹോസ്റ്റേജ് ഇടാൻ പറ്റില്ല. അതിന് മുമ്പ് അവർക്ക് ഹോസ്റ്റേജ് അടിക്കാം. അതായത് നമ്മളിവിടെ ഇപ്പൊ നമ്മുടെ കയ്യിലെ ഹോസ്റ്റേജ് എന്നാണ് എന്റെ ഒരു ഇത്. അവിടെ മാറ്റിയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്സിനെയും കിണ്ടിനെയും അടിച്ചിട്ട് ഡ്രസ് ഷോപ്പിൽ എന്നിട്ട് കിണ്ടിനെ കൊണ്ടുപോയതാണ്. ഓക്സി എന്നിട്ട് അവിടെ എന്ത് ചെയ്യും? ഡ്രസ് ഷോപ്പിലേക്ക് പോയി. ഡ്രസ് ഷോപ്പ് പറയാതെ ഡ്രസ് ഷോപ്പിൽ പോണേ. എനിക്കതാ മനസ്സിലാവാത്ത. പറയാതെ ഡ്രസ് ഷോപ്പിൽ പോകേണ്ട ആവശ്യമുണ്ട്. നമ്മളൊക്കെ ഇവിടെ എന്തിനിരിക്കുന്നേ? ഒരുമിച്ച് വെക്കൂടെ? നമുക്കിത് ദൈവത്തിന് കൺഫേം ആക്കാം. അപ്പൊ ചോദിച്ചു നോക്കാം. എടാ ഞാനൊരു ബേസിക് ഡൗട്ട് ചോദിക്കുവാ. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോ ഒരു ഹോസ്റ്റേജിനെ എടുത്ത് അഡ്മിൻ വന്നു ഒരു മിനിറ്റ്. നമുക്ക് കണ്ട ഇതൊക്കെ ഒന്ന് പോയി നോക്കിയാലോ. ലീഗല് ഓടിപ്പോണ അകത്തോട്ട്. ബ്രോ നമ്മളൊരു ഹോസ്റ്റേജിനെ എടുത്ത് ഇവിടെ ഹോസ്റ്റേജ് നിർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ആൾക്കാർക്ക് ഹോസ്റ്റേജ് എടുക്കാൻ പറ്റുമോ? സിറ്റുവേഷനിൽ എൻഗേജ് നിങ്ങളൊരു ഹോസ്റ്റേജിനെ എടുത്തിട്ട് അവർക്കൊരു ഹോസ്റ്റേജ് എടുക്കാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ ഒരു ഹോസ്റ്റേജ് ഉള്ള സാഹചര്യത്തിൽ വേറൊരു ഹോസ്റ്റേജ് എടുക്കാൻ പറ്റുമോ? നമ്മള് ഡിമാൻഡ് പറഞ്ഞോണ്ടിരുന്ന ഹോസ്റ്റേജ് എന്ന് പറഞ്ഞ് നമ്മുടെ ഒരാളെ അടിച്ചിട്ട് എടുത്തിട്ട് പോയി. ബ്രോ അത് പറ്റത്തില്ല. അങ്ങനെ പറ്റത്തില്ല. നോക്കിയാൽ മതി ബ്രോ, കാണാൻ പറ്റും. അവര് പറയും അങ്ങനെ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലടാ സാവേജ്. അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ കൊണ്ടുവരും. പൊക്കി വിടാൻ പറയട്ടെ. കാര്യം എന്റെ കയ്യിലില്ലേ നോക്കണ്ട.
ഇവിടെയാണോ അല്ലല്ല അവന്മാരെ അടിച്ചിടാൻ പറ്റത്തില്ല അമ്മിനെ കൊണ്ട് പൊക്കിപ്പിക്കാം. ഒരു കാര്യം ചോദിക്കട്ടെ, ഹോസ്റ്റേജ് ഉണ്ടെന്ന് ആ, നമ്മളെ ഞങ്ങളായിട്ടത് വാട്സാപ്പ് നോക്കിയത് ജസ്റ്റ് ഒന്ന് കോൾ വിളിച്ച് അവര് കോൾ വിളിച്ച് ഞാൻ പറയാം ബ്രോ. ഞങ്ങള് ഹോസ്റ്റേജിനെ എടുത്ത് ഞങ്ങള് ഡിമാൻഡ് ഫോൺ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് എന്താ ഇപ്പൊ വിളിക്കാന്ന് പറഞ്ഞ് അപ്പൊ ഞങ്ങള് ഡിമാൻഡ് ചെയ്ത ആളാണ് പെട്ടെന്ന് പെട്ടെന്ന് ഇതിനകത്ത് ഇടുക TV വി ഹാവ് ഹോസ്റ്റേജ് എന്ന്. അവരുടെ ഒരു മെമ്പർ ജീവനോടെ നമ്മുടെ കയ്യിലിരിക്കുവാ. ഹലോ, ഇവനെ ആ ടൈമിൽ അടിച്ചിട്ട് അതിന്റെ കൂട്ടത്തിൽ അപ്പൊ ഇവനെ പൊക്കാൻ പറ്റും. ബ്രോ അത് ബെറ്റർ ഇല്ലീഗൽ ഉണ്ടോണായിരിക്കും, നമുക്ക് അങ്ങനെ പൊക്കി തരാൻ പറ്റത്തില്ല. അല്ല അങ്ങനെ ചോദിച്ചല്ല, നമ്മൾ കൊണ്ടുപോട്ടെ എന്ന് ചോദിച്ചത്. ഓക്സിയും കിണ്ടിയും ബസ് മാറാൻ പോയപ്പോ നമ്മുടെ കയ്യിൽ ഓൾറെഡി അവന്മാരുടെ ഒരു അലൈവ് പോസ്റ്റ് ഉള്ളപ്പോ തന്നെ ഓക്സിന് കിണ്ടിന് ചുമ്മാ അവന്മാർ അടിച്ചിട്ട് ഒരു വണ്ടി കൂടെ നമ്മള് ഹെൽപ്പ് ഡിപ്പാർട്ട്മെന്റ് ഡൗട്ട് ചോദിച്ചു ഇങ്ങനെ ചെയ്യാവോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, അതേപറ്റി തിരിച്ചുകൊണ്ടുവരും. അതേപോലെ വന്ന് അടിച്ചിട്ട് കാര്യം അടിച്ചുണ്ടായാണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്തു അണ്ണാ ഇവരെ വിട്ടിട്ടേ മറ്റേ പാർമേക്കവനെ കൊണ്ടുവരണേ. അവനെയാണ് വിളിച്ചേക്കുന്നത്, പറമേക്കവനെ കൊണ്ടുവരാം. അവനെ കുറച്ച് കക്കോസൊക്കെ വിളിച്ചവൻ തന്നെയല്ലേ അണ്ണേ അന്ന്. അണ്ണാ ഇവൻ പാവണ്ണ ഇവനെ ഒരിക്കലും ട്രിഗർ ആവല്ലേ. നീ എവിടെ ഹെലിവിയാണോ ഒന്ന് ഇറക്കിയതാ? എടാ ഞാൻ എല്ലാരോടുമായിട്ട് പറയുവാ, നിങ്ങൾ ആരും ട്രിഗർ ആവരുത്, നിങ്ങൾ ആരും. ഞാൻ കേട്ടോ ഇവിടെ നമ്മളോട് അണ്ണ മാത്രം ട്രിഗറാണെന്ന്, നമ്മൾ പാമ്പിള്ളേരാണ്. നിങ്ങൾ ആരും ട്രിഗർ ആവരുത്, അതാണ് എന്റെ റിക്വസ്റ്റ്. നിങ്ങൾ ആരും ട്രിഗർ ആവരുത്, ഞാൻ ട്രിഗർ ആവും. പുറത്ത് വിടാം. ഹലോ പോയി കടയിൽ പോയി മേടിക്കടാ. ഇവിടെ റിസർവ് ബാങ്ക് അല്ലേ? ഏത് 5 പോയിന്റ് ആണ് ഞാൻ തരാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബ്രോ നമ്മള് TV ആണ് സിറ്റുവേഷൻ എടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് വിട്ടു. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ലീഡർ ഞാൻ ഇവിടെ സിറ്റി വന്നപ്പോൾ നിങ്ങളുടെ ലീഡറോ കോ ലീഡറോ ആരാണ്ട് വിളിച്ചത് എൻ്റെ അടുത്ത് ചോദിച്ചു, നമ്മുടെ ഒരാളെ വൈകുന്നേരം കൊണ്ടുപോയല്ലോ, എന്തായിരുന്നു കാരണം, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഒരു മെസ്സേജ് ഫീൽ പോലെ തോന്നി. നിങ്ങൾ ആളുണ്ടോ സിറ്റുവേഷൻ എടുക്കോ റെഡിയാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ നമ്മള് നിങ്ങളുടെ ഒരാളെ മുതുക്കിന്ന് ഹോസ്റ്റൽ എടുക്കൂ. ഹോസ്റ്റൽ എടുത്തിട്ട് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നപ്പോ അവൻ ഭയങ്കര വർത്താനം, അവന് അറിയത്തില്ല. ഇപ്പൊ എങ്ങനെയാണ് സഹോദരൻ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അതുപോലെ അല്ല അവൻ നിന്നത്. അവന്റെ ജീവനിൽ പേടിയില്ല. അവന്റെ വായിക്കകത്ത് മറ്റേ മൈക്ക് ഒരെണ്ണം കയറ്റി അണ്ണാക്കിലോട് തിരികെ അങ്ങ് വെച്ചിട്ട് മറ്റേ അലക്കാൻ തുടങ്ങി. ലിറ്ററലി ഒന്നും കേൾക്കുന്നില്ല. അതുകൊണ്ട് കൊന്നു കളഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ് ഹോസ്റ്റേജ് എന്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ കൊന്നു കളഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഉടനെ വീണ്ടും സിറ്റുവേഷൻ ട്രിഗറായി. ഇവിടെ വന്ന് കീ അടിക്കണ അവന്റെ പ്രശ്നമില്ലാത്ത പ്രശ്നമാണ്. നീ അവിടെ ഇരുന്ന് വെടിവെച്ചോണ്ടിരിക്കണ ഞാൻ കണ്ടോണ്ടിരുന്നതാണ്. നിന്റെ അടുത്ത് അപ്പഴേ പറഞ്ഞു നമ്മുടെ ഡ്രസ് മാറാൻ പോയത്. ഇപ്പൊ നീ അല്ലേ ആ സൈഡിൽ നിന്ന് വെടിവെച്ചില്ല. നമ്മുടെ ഡ്രസ് മാറാൻ എന്തി വന്നാ അത് മനസ്സിലായി. ഇപ്പൊ എടുത്തോണ്ട് പോയതല്ലേ ഇപ്പൊ കൊണ്ടുതരാൻ പറഞ്ഞു അവരെടുത്ത്. അണ്ണ കിണ്ടിയെ കൊണ്ട് അവിടെ ചെന്ന് അവരെ മറ്റേ ഹോസ്റ്റേജിന്റെ പരിപാടി ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഹെൽപ്പ് ഇട്ട് അവനെ കൊണ്ടുവരാൻ പറ. അണ്ണ എത്ര നേരെയാണ് ഇത്? വന്നാ വന്നാ സുഖാണോ? ആണല്ലേ, സുഖമല്ലേ?
ആ. അടി. അണ്ണാ അവന്മാരെയൊക്കെ ട്രേഡ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ അഡ്മിൻ വരും ഇപ്പൊ അങ്ങോട്ട് അവന്റെ ട്രേഡ്. ട്രേഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കണം. എന്ത് പറയണം? എടാ ദൈവത്തിനോട് പറഞ്ഞിട്ടുണ്ട്. ഓസ്ട്രേലിയ എടുക്കാൻ പറ്റത്തില്ല. പറ, നിന്നെ തിരിച്ച് കൊണ്ടുവരാൻ പറ ഇങ്ങോട്ട്. ഇതൊക്കെ ബുദ്ധിയുള്ളവരോട് പറയേണ്ട കാര്യമുള്ളൂ. അല്ല അതല്ല, ഗാംഗോസിന് മുന്നിൽ വരാൻ പറ. അവന്മാരടുത്ത് ഗാംഗോസിന് മുന്നിൽ വരാൻ പറ. അല്ലല്ല വാസവണ്ണ അവന്റെ രാമേക്കാൾ മുന്നില്ല അവന്റെ തന്നെ കൊണ്ടുവരാൻ പറ ഇവനെ. ഗാംഗോസിന് മുന്നിൽ കൊണ്ടുവരാൻ പറ. നോക്കാം. അരമാസം പുറത്തിരിക്കാൻ റെഡി ആണെങ്കിൽ അവന്മാരത്ത് കണ്ടിന്യൂ ചെയ്യാൻ പറ. അത്രയും പറഞ്ഞത്. 30 ദിവസം പുറത്തിരിക്കാൻ റെഡി ആണെങ്കിൽ അവരോട് കണ്ടിന്യൂ ചെയ്താൽ പറ. ഒരു കുഴപ്പമില്ല. കാരണം നമുക്ക് വേറെ ഇതൊന്നും ഇല്ല. ഇവനെ കൊടുത്തുവിടെ നമ്മൾ ഇവനെ ഹോസ്റ്റേജ് ഇവിടെ വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല. അവന്മാർക്ക് വേണേ വന്ന് കൊണ്ടുപോകും, ഒരു പ്രശ്നമില്ല. പക്ഷെ അവന്മാർ ഇത് കാണിക്കണത് മുഞ്ചിത്തരാണ്. അവന്മാർക്ക് പുറത്തിരിക്കാൻ റെഡി ആണെങ്കിൽ അവന്മാർ കാണിച്ചോട്ടെ. റെഡിയാന്നാണ് എന്റെ ഒരു കിണ്ടി ഞാൻ പറയുന്ന പറ. ദൈവം വന്നില്ല അവിടെ, ദൈവം വന്നില്ല. എടാ കിണ്ടി പറയടാ, പറ ഗാംഗോസിന്റെ അവിടെ കൊണ്ടുവരാൻ പറ. അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നൊന്ന് പറഞ്ഞു മനസ്സിലായി. എന്താടാ പറഞ്ഞത്? ഹോസ്റ്റേജ് ആയിട്ടിരിക്കുമ്പോ വെടി വെക്കാനോ വേറെ പാടില്ല. നീ പറയണ ഞാൻ ഹലോ അമ്മമാര് പറയുന്നത് മീറ്റിംഗിന് വരുമ്പോ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അപ്പൊ എയർഫീൽഡിൽ മീറ്റിംഗിന് വരുമ്പോ അവന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആളെ മാറ്റും. എയർഫീൽഡ് ഒന്നും പറഞ്ഞു വരാൻ പറ്റത്തില്ലെന്ന് പറ. വേണമെങ്കിൽ ഗാംഗോസിന് മുന്നിൽ വരാൻ പറ. മറ്റവനെ കൊണ്ടുവരാൻ ഇടപെടൂല്ലേ? എനിക്ക് മനസ്സിലാവണില്ല അളിയാ. ഇവിടെ നിന്ന് ചോദിച്ചിട്ട് പോയല്ലേ അണ്ണാ, പിന്നെ എന്തിന് അവിടെ പോയി പറയാത്തത്? ഫ്രണ്ട് വന്നിട്ട് ചൊറിഞ്ഞിട്ടൊക്കെ പോണു. വണ്ടിയൊക്കെ ഇടിക്കണേ. എന്തൊക്കെയാണോ സിറ്റിയിൽ നടക്കുന്നത്? ഒരുത്തൻ എന്നെ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു. എല്ലാരും ലൈക്ക് അടി ഗൈസ്. ഇത്രയും പേര് ലൈവ് ഇതൊക്കെ എവിടുന്ന് എന്നിട്ട് ഒരു ഇല്ല അവന്മാരെ തിരിച്ചുകൊണ്ടെന്ന് വിടുമെന്നാ പറഞ്ഞിട്ടേ. അഡ്മിൻ എന്തോ വന്നു. ചേത്തന്മാരാണേ പറയണേ. ആർക്കും വേണ്ട, ആർക്കും എല്ലാവർക്കും സിറ്റുവേഷൻ മതി. ഒരു ലൈക്ക് അതില്ല പൊക്കിട്ട് വരണോ മേടിയെ പോയിട്ട്? ഫോൺ വിളിച്ചിട്ട് അവന് നമ്പർ അവന്റെ തണമണ ഞാൻ ഇപ്പൊ മാറ്റി നമ്പർ നല്ല പാട്ടെടുത്ത് വെച്ചത്. നല്ലൊരു പാട്ട് ആണല്ലേ? അമ്പലത്തിലൊക്കെ പാട്ട്. ഹോസ്റ്റേജ് പോയാ അവൻ നൈസായിട്ട് ബാക്കി നടന്ന് അങ്ങ് എത്തി കേട്ടാ. സംസാരിച്ചില്ലേ? എടാ നിന്നെ അവിടെ ഒരു വിലയും തരണില്ലെന്നാണ് ഞാൻ കണ്ടത്. നീ റേഡിയോ തന്നെ സംസാരിക്കുന്നത് ആർക്കും വേണ്ട. കണ്ടില്ലേ മാടി? നമ്മൾ റേഡിയോ കയറിയപ്പോ വിളിയായിരുന്നു എല്ലാരും. എടാ മാടി എന്ത് പറ്റിയടാ, എന്ത് പ്രശ്നം ഉണ്ടടാ? നീ അവിടെ കയറിയപ്പോ നീ പറയണതിന് പോലും അവന്മാർക്ക് വിലയില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. ഞാൻ ശ്രദ്ധിച്ചടാ അതിന്റെ വിഷമം. ഇത് കഴിഞ്ഞിട്ട് നീ വരണം, നമുക്ക് ബാറിൽ പോയിരുന്ന് വെള്ളം അടിച്ച് നിന്റെ കരച്ചിൽ ഫുള്ള് ഞാൻ കേൾക്കും. മനസ്സിലായോ? നമ്മളെ കേൾക്കും, ഞാൻ കേൾക്കും. മനസ്സിലായോ? നീ കരയരുത്. ഒരു ചുമന്ന ജട്ടി ഇട്ടതാ കാണുമ്പോ അതാകുമ്പോ നിന്നെ കണ്ടിട്ട് നമ്മൾ അടിയിട്ടില്ല. അതല്ല നിന്നെ അങ്ങ് നമ്മള് വെറുതെ വിടും ബാറിന്. നീ അടിക്കാൻ വരുമ്പോ നീ കൈ വെക്കാൻ മാത്രം മതി. ഞാൻ മനസ്സിലായോ? കേട്ടടാ ഫുഡ് ഉണ്ടെങ്കിൽ തടാ കുറച്ച് തലറി വീഴപ്പോ.
ഉണ്ടോ നിന്റെ ഉണ്ടോ ഉണ്ടെങ്കിൽ മതി കേട്ടാ എടാ ഗുലാൻ എങ്ങടാ ഫുഡ് ഐഡി 660. ഓ 5 ബർഗർ ഹെലികോപ്റ്റർ വന്നേ. ഹലോ Guys, 3K watching. Thank you so much. Thank you so much for this support. ഇത് ഞാനേ ആനയുടെ പാട്ടെടുത്ത് വെക്കട്ടെ. എണ്ണ വേണം. എടാ റെഡിയല്ലേ എല്ലാരും? എടാ ഇവിടെ ആരും പാട്ടിട്ടില്ല. എടാ ഹോസ്റ്റേജിനെ കൊണ്ടോ, എടാ ഹോസ്റ്റേജിനെ ഫ്രണ്ടിൽ കൊണ്ടോ. ഹോസ്റ്റേജ് ഇവിടെ ഹോസ്റ്റേജ് ഫ്രീ ആയിട്ട് കിടക്കണേ. എടാ ഗുലാനെ ഹോസ്റ്റേജ് നീ നോക്കണേ. കണ്ണേഞ്ച് ഫ്രണ്ടിലില്ലേ ഇവനാണ് നമ്മുടെ വിഗ്രഹ. അയ്യോ തുനിക്കേ എടാ വന്നടാ എന്നെ പൊക്കാൻ വന്നടാ. EMS വന്നടാ കുത്ത്. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കില്ല കേട്ടോ. അങ്ങനെയല്ല അള്ള് എന്നെ അള്ളിപ്പൊക്ക്. എന്റെ ബ്രെയിൻ നെല്ലിക്കർ സൈസുള്ള ഞാൻ കേട്ടോളൂ. ഞങ്ങൾ ചിന്തിക്കല്ലേ. അപ്പൊ തുടങ്ങാല്ലേ പൂരക്കൊടിയേറി മക്കളെ. ഞാടാ ഞാൻ പാട്ടെല്ലാം എടുത്ത് തെറ്റി വെച്ചിട്ടുണ്ട്. എന്റെ പേര് പാറമേക്കാവ് രാജേന്ദ്രൻ ബ്രോ. സത്യം കാവില് കയറിയ പയ്യൻ കയറട്ടെ. പൂരക്കൊടി കയറിയേ. ഈ പിടിയാനാ മതി കേറിക്കോ. പച്ചപ്പിടിയാനാ കയറും. പിടിച്ചാനാ പച്ച പിടിയാന കയറാത്ത പിടിയാന കയറ പയ്യ കയറ്. കരിമ്പൊക്കെ എടുത്തോടാ. കരിമ്പെടുത്തോട് കടിച്ചു തിന്നിട്ട്. എടാ നേരത്തെ പാട്ടിടാടേ വില്ലുമാണേ.
കുണിക്ക് നടക്ക് കുലുങ്ങാണ്, ചന്തിയാട്ടാണ്, വലത്തോട്ടാണ്, വലത്തോട്ട് വണ്ടി കയറാൻ പറഞ്ഞില്ലാണ്, ഇറങ്ങാന് കുനിഞ്ഞ് ഓലയിടാണ്, ഓലയിട് പച്ചപ്പൂ ഓലയിട് ആനെ വണ്ടി ഇറങ്ങാന്. ആ ആ ആനെ കുലുങ്ങിക്കളി കുലുങ്ങിക്കളി. ആ ആ നടക്കാന്. ആ മോനെടാ ഡാൻസ് കേട്ടെ കാണട്ടെ. ആ കളി 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 ഒന്നുമില്ല മോനെ, കളിച്ചോളൂ. ആ കളിച്ചോ. ഹലോ തെച്ചിക്കോട് രാമേന്ദ്രൻ പറഞ്ഞോ ബ്രോ എന്ത് പറ്റി? നമ്മുടെ ടിവിയിലെ പിള്ളേരൊക്കെ അടിക്കാനൊക്കെ ഉള്ള പരിപാടിയൊക്കെ നടത്തിയത്, അതുകൊണ്ടാണ് നമ്മൾ ഹോസ്റ്റ് എടുത്തിട്ടുള്ളത്. നമ്മ മാടിക്കേണ്ടി വന്നാ ആണോ നീ ഒന്ന് പൊട്ടണോ? ബുദ്ധി പറഞ്ഞു ഫുഡ് വെള്ളം എന്തെങ്കിലും വേണോ? ഫുഡ് 29-34 ബ്രോ. അപ്പൊ ഒരു ഫുഡ് കഴിച്ചിട്ടുണ്ട്. കഴിച്ചു മതി എനിക്ക് മാക്സിമം ട്രെയിനിങ് കൊടുത്താണ് കേട്ടോ. അവരെങ്ങനെങ്കിലും ട്രിഗറാക്കി ചത്തി എല്ലാരും വാസോണിന്റെ ബാക്കിലോട്ട് വന്നാണ്. എല്ലാരും ഒന്ന് എല്ലാരും വന്നാണ് ഒന്ന് ഇതങ്ങോട്ട് അടിച്ച് ഇതൊന്ന് ഫസ്റ്റ് 30 മിനിറ്റ് ഹോസ്റ്റേജ് എടുത്തോളൂ. അപ്പൊ ഒരുവിധം തീരാറായി കേട്ടോ. ചെയ്യാനുള്ള പെട്ടെന്ന് ഞാൻ പറഞ്ഞു. മറ്റേ സാധനം ഇല്ല. അത് വേണ്ടല്ലോ. അതെന്തിനാണ്? അത് 5 ഉള്ളൂ. ഇപ്പൊ അടിച്ചു കളഞ്ഞത്. ബ്രോ ഇപ്പൊ ഇന്ന് തന്നെ 3ാമത്തെ വട്ടമാണ് നിങ്ങളെ അടിക്കുന്നത്. 3 വട്ടം ഹോസ്റ്റേജ് 3ാമത്തെ ഓൾറെഡി ഈ പറയുന്നത് പോലെ കഴിച്ച കക്കൂസ് കഴിപ്പിക്കാനുള്ള എല്ലാം ഇട്ട് കഴിപ്പിച്ചതാണ്. നിന്നെ കൂടുതലിട്ട് ഇതാക്കാൻ വയ്യ. ഇപ്പൊ കൊറേ നമ്മൾ ഓടിച്ചിട്ട് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് വെറുതെ വന്ന് ഞാൻ വണ്ടിയിലാണ് വന്നത്. അതുകൊണ്ട് ഓടിയില്ല. ഒരു പ്രശ്നമില്ല. ചില്ലിനൊന്നും ഒരു കുറവില്ല. എന്തോടാ പയ്യന്റെ എന്തോ വിശിഷ്ടമായ ദിവസമാണ്. അതുകൊണ്ട് പയ്യനെ വലുതായിട്ട് പറഞ്ഞിട്ടാണ് ബ്രോ. പറയാൻ പറഞ്ഞിട്ടാണ്. നിനക്ക് വലിയ ഇതൊന്നും വേണ്ടെന്ന് വെച്ച് പറഞ്ഞാണ്. വേണ്ടെങ്കിൽ വേണ്ട. പറയാൻ പറഞ്ഞിട്ടാണ് പറയണത് കേട്ടാ. ആര് നമ്മള് ഈ സിറ്റുവേഷൻ ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കണം. അപ്പൊ വെറുതെ നല്ലൊരു ദിവസം വെറുതെ ബാഡ് ആക്കണ്ട. അപ്പൊ നമ്മള് മീറ്റിംഗ് വേണ്ടല്ലോ. നമുക്ക് ഇവിടെ ഒരു മിനിറ്റ്. അല്ല മീറ്റിംഗ് വിളിക്കുന്നത് വിളിച്ചോ. അല്ലെങ്കിൽ ഇവിടെ മീറ്റിംഗ് ഇവിടെ വെച്ച് തീർക്കണോ തീർക്കാം. നിങ്ങളുടെ ആൾക്കാരുടെ ഗ്യാങ്സിന്റെ ഫ്രണ്ടിലോട്ട് വരാൻ പറ. അല്ല ഇപ്പൊ നമുക്ക് മീറ്റിംഗിന് ടൈം എടുക്കും.
അല്ല ബ്രോ പിക്ക് ചെയ്യാൻ എന്തായാലും അവര് വരുമല്ലോ, അപ്പൊ നമുക്ക് ജസ്റ്റ് സംസാരിച്ചിട്ട് വിടാം. ഹലോ ബ്രോ ലീഡറാണോ? ലീഡറോ കോ ലീഡറാണോ? ഞാൻ ഗാർഡിയനാണ്, ഇവിടെ ഗാർഡിയനാണ്. അല്ലല്ല അതുകൊണ്ട് അങ്ങനല്ല, ഞാൻ അങ്ങനെ ഒഫൻസീവ് ആയിട്ട് ചോദിച്ചതല്ല. ലീഡറോ കോ ലീഡർ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടെ. ബ്രോ ഹോസ്റ്റേജ് ആണ്, അപ്പൊ ഞങ്ങള് പറയണത് ചലച്ചാ മതി, ബ്രോ ആയിട്ട് ചലക്കരുത്. ബ്രോ ഞാൻ ഒന്നും ഉത്തരം പറഞ്ഞു നിങ്ങൾക്ക് അതാക്ക് മനസ്സിലാവണ ആളെ കിടിലോട്ട് നിക്കണമെന്നാണ്. നന്നായിട്ട് പോകുന്നു. സമാധാനം ഒന്നും ഇതില്ല, കിട്ടുന്നില്ല. മെയിൻ പ്രശ്നം എന്തേലും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ നമ്മൾ സമാധാനത്തോടെ ഇരിക്കാന്ന് പറയുമ്പോ ഇങ്ങനെ എന്തേലും വള്ളി വരും, അതേ ഉള്ളൂ. അതേ സിറ്റിയിൽ അങ്ങനത്തെ പ്രശ്നം മാത്രമേ ഉള്ളൂ നമുക്ക്. അതെ. എങ്ങനെ പോണു അവിടെ? എങ്ങനെ പോണു? അവന് എന്നെ വിശ്വാസം ഇല്ല. ഈ പാറമേക്കാവ് ഈ ആനയുടെ പേരിനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? അത് സംഭവം എന്ന് പറഞ്ഞാൽ എന്റെ പേര് കൊമ്പൻ ആയിരുന്നു, ഗോഡ് കൊമ്പൻ. ആ ഒരു പേര് പെർഫെക്റ്റാണ് ബ്രോ. ആ പേര് മാറ്റിയത് എന്തുകൊണ്ട് നന്നായി, ബെസ്റ്റ് ഡിസിഷൻ സത്യം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, സാധാരണ ശശിന്റെ പേരുള്ളവര് സോമൻ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കളിയാക്കല് കിട്ടും. ഇത് ആനയുടെ പേര് മാറ്റി ആനയുടെ പേര് തന്നെ ഇട്ടിട്ടുണ്ട്. ആന ഭയങ്കര ഇഷ്ടമാണ് ബ്രോ. ഓ ആനയെ ഭയങ്കര ഇഷ്ടമാണ്. നാട് എവിടെയാണ്? തൃശ്ശൂരാണോ? ആ തൃശ്ശൂരിന്റെ തൊട്ടിപ്പുറമാണ് കാട്ടാക്കടയൊക്കെ അടുത്തുള്ളവരാണ് നമ്മളെവിടെ. നമുക്കൊരു തൃശ്ശൂർ കെട്ടി അല്ലല്ല നമുക്ക് അങ്ങനല്ല ഇപ്പൊ എന്തായാലും ഇത്ര ചോദിക്കുമ്പോ നമ്മൾ ഉത്തരം പറഞ്ഞല്ലോ. നാളെ വരും. ഞാൻ പാസ്ഔട്ടായി. എന്താ നിങ്ങൾ വെളിയിലത്തെ കാര്യം നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കുക, എന്നിട്ട് നിങ്ങൾ എന്താന്ന് വെച്ചാൽ വെളിയിൽ സംസാരിക്കും. ഇപ്പൊ ഇവിടത്തെ കാര്യം പറ. എടാ നിന്നെ ഇപ്പൊ പറഞ്ഞു വിടും, നിന്റെ കൂട്ടത്തിലുള്ള ലീഡറോ കോ ലീഡറോ ആരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടാ. അല്ല മോനെ എടാ കേക്കാവോ, നിന്റെ കൂട്ടത്തില് കോ ലീഡറോ ലീഡറോ ആരെങ്കിലും പറഞ്ഞു വിടും, നമുക്ക് അവരായിട്ട് സംസാരിച്ചിട്ട്. എടാ നിനക്കല്ല അന്ന് 15 ദിവസത്തെ ബാൻ കിട്ടിയത്? എനിക്ക് തന്നെ ബ്രോ. ഓ കഴിഞ്ഞ ബാനൊക്കെ കഴിഞ്ഞ പോയി 15 ദിവസം എന്തിനു കിട്ടിയ 15 ദിവസം? ഈ ബ്രോ എന്നെ തെറി വിളിച്ചു. അപ്പൊ ഞാൻ തിരിച്ചു വിളിച്ചു. അപ്പൊ എനിക്ക് മനസ്സിൽ കിടന്നു, ഞാൻ തിരിച്ചു വിളിച്ചു. അപ്പൊ വിളിച്ചും കിട്ടി, ഇഞ്ചും കിട്ടി. എനിക്ക് നീ 2 ദിവസം മേടിച്ച് തന്നു. ബാബു ചേട്ടനും കിട്ടിയല്ലോ 2 ദിവസം. ബാബുവിനും കിട്ടി. ബൊബ്ബയാണ് പ്രശ്നം. നിന്നെ ആരാ ചീത്ത വിളിച്ചത്? ഞാനായിരുന്നോ? ബൊബ്ബയാണ് വിളിച്ചു തുടങ്ങിയത്. ഞാൻ വിളിച്ചില്ല. ഞാൻ മറ്റേ നിന്റെ അല്ല, ഞാൻ നിന്റെ ഒക്കെ കൂട്ടത്തിലുള്ള ഒരാളുടെ അടുത്ത് ഈ പുണ്ടച്ചികളോടൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാണ് എനിക്ക് ബാൻ കിട്ടിയത്. എനിക്ക് ഞാൻ നിങ്ങളൊക്കെ വിളിച്ചു കഴിഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യം ബൊബ്ബോയ് തുടങ്ങി. ഇപ്പൊ മനസ്സിലായി താരത്തിന്, ഇപ്പഴാണ് എനിക്ക് മനസ്സിലായത്. ആ പയ്യനാണ് ഈ പയ്യൻ. മോഹക്കങ്ങ് മാറിയില്ലേ, എന്റെ മുടിയൊക്കെ മാറിയില്ലേ? അന്ന് മുടി നീട്ടി വളർത്തിക്കുവായിരുന്നല്ലേ? അന്ന് മുടി നീട്ടി വളർത്തിക്കുവായിരുന്നല്ലേ? എല്ലാരും ശരിയാ. ബർത്ത്ഡേ ആകുമ്പോ എല്ലാവരും മുടി വെട്ടിക്കും നമ്മുടെ വീട്ടുകാരൊക്കെ.
പയ്യന്റെ ബർത്ത്ഡേ പയ്യന്റെ ബർത്ത്ഡേ നമ്മളെ പയ്യൻ വെളിയിൽ ലീഡർ വെളിയിലുണ്ട് നമുക്ക് പോയാലേ പിന്നെ പോവാം. നമുക്ക് തിരിച്ച് പാട്ടിട്ടങ്ങ് പോയാലോ? പാട്ടിടൂ നിങ്ങൾ പാട്ടിടൂ. ആ പാട്ടിടാ നീ വെയിറ്റ് പാട്ട് ആ ഇട്ടോ അല്ല പാട്ടെടുത്ത് ഒരു മിനിറ്റ്. ഹലോ ഹലോ ഇവനെ തോളി കയറ്റി കൊണ്ടുപോകണം. എന്ത് പറയണ? ഒരു മിനിറ്റ്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എന്റെ അടുത്ത് ഒരു കാര്യം ഒറ്റയ്ക്കാണ് പറഞ്ഞതെന്ന്. ഇപ്പൊ 5 ആനയുണ്ട് കേട്ടോ നമ്മുടെ കൂടെ. 5 ആനയുണ്ടല്ലേ? സർക്കിൾ കാളിദാസൻ സർക്കിൾ ശ്രീരാമൻ അങ്ങനെ എല്ലാരും വെളിയിൽ പോണ്ടാ? എല്ലാരും എത്തിയില്ല. എല്ലാരും എത്തിയില്ലല്ലേ? എന്തോ ആനയല്ലേ നിങ്ങളെ കൂട്ടത്തിൽ വിളിക്കണം കേട്ടോ ആളെ. അതാണല്ലേ നിങ്ങള് പച്ച കളർ വെച്ചേക്കണം? ഓലയോട് പ്രേമമായോണ്ടാണോ? അല്ലടാ, അവർക്ക് ആനയൊക്കെ കൂടുതൽ ഇഷ്ടം ഓലയാണ്. കൊള്ളാം കൊള്ളാം. നമുക്ക് സമയം നിൽക്കണ്ട, നമുക്ക് അപ്പൊ പോവാ. പാട്ടെ ഒരു കൊടിയേറെ മക്കളെ. അവിടെ സെന്റർ ചെല്ലില്ല, 2 ഡാൻസ് കളിക്കണം. കോടി കോടി ഫ്രണ്ടിൽ കിടന്ന് തുറന്നോക്ക്. അപ്പൊ ബാക്കിയുള്ളവര് അണ്ണ വാസണ്ണ ഒന്ന് ഫ്രണ്ടിലോട്ടോ. അണ്ണ സംസാരിച്ചോ. നിങ്ങളുടെ നിങ്ങളുടെ ഹോസ്റ്റേജ് ഒക്കെ ഇല്ലെന്ന് ചോദിച്ചോ. നമ്മള് ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല. ഉള്ളി സെറ്റ്. ആ ഓക്കെ. അപ്പൊ ഇനി നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. വാ ബ്രോ. നമ്മള് ഞാനൊരു കാര്യം പറയാം ബ്രോ. 15 മിനിറ്റിനകത്ത് വാറ് വിളിക്കാന്നുണ്ടെങ്കിൽ മാത്രം കളിക്കാം ബ്രോ, അല്ലെങ്കിൽ നമുക്ക് താല്പര്യം. നമ്മള് ഞാൻ ഇപ്പൊ പറഞ്ഞ കറക്റ്റ് 10:30. അണ്ണാ നമ്മള് പോയ ഗണ്ണൊക്കെ എടുത്ത് പ്രിപ്പയർ ആയിട്ട് വരാൻ കണ്ടോ? എടാ എന്താ അവന്റെ ബർത്ത്ഡേ അല്ലേ എടാ, നല്ലൊരു ദിവസം വെറുതെ ആയിട്ട് വെറുപ്പിക്കണ്ട. കുറച്ച് കഴിഞ്ഞ ബർത്ത്ഡേ ലൈക്ക് അത് ചുമ്മാ നമ്മള് ഒരുമാതിരി ട്രിഗർ ചെയ്ത് പൊളിപ്പിക്കണത് പോലെ ഇപ്പൊ അതങ്ങനെ പോട്ടെ. അത്രേ ഉള്ളൂ, പോട്ടെ. അത് അങ്ങനെയൊക്കെ തീരട്ടെ. അവനടുത്ത് മര്യാദ സംസാരിച്ചപ്പോ അത് അങ്ങനെയൊക്കെ തീർന്നല്ലോ. അതിന് വാറെങ്കിൽ അടിച്ച് തീർക്കാം. 10 മണിക്ക് ചാറ്റ് വിഷയം നമുക്ക് അവനെ. ഓ വിഷയം